guys, welcome back to another episode of collegemunshi.com. അപ്പോൾ കുറേ സ്റ്റുഡൻസിനുള്ള ഡൗട്ടായിരിക്കും BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നീറ്റ് എഴുതണോ, നീറ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എന്നാൽ ആ ഡൗട്ട്സ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് BSc നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് ഫോളോ ആക്കുക. അപ്പോൾ BSc നഴ്സിംഗ് എടുക്കാനായിട്ട് നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടായിരിക്കും നീറ്റ് അറ്റൻഡ് ചെയ്യണോ, നീറ്റിന് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളതൊക്കെ. എന്നാൽ INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് പ്രകാരം നീറ്റ് എക്സാം BSc നഴ്സിംഗ് എടുക്കാനായിട്ട് ആവശ്യമില്ല. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള AIIMS, AFMC, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജസിലൊക്കെയാണ് നിങ്ങൾക്ക് BSc നഴ്സിംഗിൽ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതിലുള്ള സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നഴ്സിംഗിന് ഈ ഒരു കോളേജസിൽ അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് കോളേജസ് ആയിട്ടുള്ള മറ്റു കുറച്ച് കോളേജസിലും ഇതേപോലെ നീറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ചില സ്റ്റേറ്റ് ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, അതിൽ അവരുടെ പോളിസി പ്രകാരം ഈ ഒരു നീറ്റ് ചില കോളേജസ് ഇൻക്ലൂഡ് ചെയ്യും, ചില കോളേജസ് ഇൻക്ലൂഡ് ചെയ്യില്ല. എന്നാൽ ഭൂരിഭാഗം കോളേജുകളിലും, അതായത് മെഡിക്കൽ കോളേജിലായിക്കോട്ടെ, വേറെ നഴ്സിംഗ് പഠിപ്പിക്കുന്ന ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസിലായിക്കോട്ടെ, ഈ ഒരു നീറ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് BSc നഴ്സിംഗിനായിട്ടുള്ള അഡ്മിഷൻസ് അല്ലാണ്ടെയും പോസിബിളാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇത്തരത്തിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഈ ഒരു BSc നഴ്സിംഗ് നീറ്റ് അല്ലാണ്ട്, നീറ്റിൽ അറ്റൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ആൻഡ് അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ കർണാടകയിൽ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, കർണാടക ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ നീറ്റ് വേണ്ട, LBS ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. പിന്നെ അല്ലാണ്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഏനപ്പോയ മെഡിക്കൽ കോളേജ്, രാമയ്യ, അതേപോലത്തുള്ള ഒരുപാട് കോളേജസിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും നിങ്ങൾക്ക് നീറ്റ് ഇല്ലാണ്ട് തന്നെ BSc നഴ്സിംഗ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നീറ്റ് ഇല്ലാണ്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരളത്തിലാണ് BSc നഴ്സിംഗിന് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, LBS ത്രൂ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. അത്രയും ഗുഡ് സ്കോറുള്ള സ്റ്റുഡൻസിനടക്കം കേരളത്തിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നഴ്സിംഗിനുള്ള സീറ്റ്സ് കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്റ്റുഡൻസ് അധികവും പോയി പഠിക്കുന്നത് തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും അഡ്മിഷൻ എടുക്കാനായിട്ട് ഓരോ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കോളേജസ് അല്ലെങ്കിൽ നമുക്ക് നീറ്റിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഉണ്ട്, അവരുടെ ഒരു പുതിയ റൂള് പ്രകാരം ഓരോ സ്റ്റേറ്റുകാർക്കും നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് വെച്ചിട്ട് അതിൽ പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിനെ ആയിരിക്കണം നഴ്സിംഗിനായിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു റൂൾ വെച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ സ്റ്റുഡൻസ് അധികം അവിടെ സീറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റ്സിലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ കർണാടകയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്, അതായത് KCET, കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അതിൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്തിട്ട് പാസ്സായാലായിരിക്കും കർണാടക ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലും അവരുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള മറ്റു കോളേജസിലും നമുക്ക് BSc നഴ്സിംഗ് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു കർണാടകയിൽ അഡ്മിഷൻ എടുക്കാനും നമുക്ക് നീറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ KCET ഇല്ലാതെ നമുക്ക് കർണാടകയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലോ അവരുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് യൂണിവേഴ്സിറ്റീസിലോ അല്ലാണ്ടുള്ള ബാക്കി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ഡീംഡ് യൂണിവേഴ്സിറ്റീസിലും ഈ ഒരു KCETൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെയൊക്കെ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ പോസിബിളാണ്. അപ്പോൾ നീറ്റ് ഇല്ലാണ്ട് അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുവഴി നിങ്ങൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാം. ഇനി അങ്ങനെ അല്ല, ഒരു സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് ബേസ്ഡിലായിരിക്കും സീറ്റ് കിട്ടുന്നത്. ഇനി അല്ലാണ്ട് ഡയറക്റ്റ് അഡ്മിഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഏതാ, യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ് പോർട്ടലിൽ പോയിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനുശേഷം ആ ഒരു ക്രൈറ്റീരിയാസ് പ്രകാരം ആ ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക.
അപ്പോൾ ഇന്ത്യയിൽ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നീറ്റ് എക്സാം മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് വേണ്ടത് +2 നല്ലൊരു മാർക്കും അതേപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു പാസ് മാർക്കുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ഏതാണ്, സ്റ്റേറ്റ് ഏതാണെന്നുള്ളതൊക്കെ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കുക. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കരിയർ ഗൈഡൻസ്, ഫ്രീ കരിയർ ഗൈഡൻസ് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.